ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എല്ലാവരെ കൊണ്ടും അംഗീകരിപ്പിക്കാനാ. അത് ചെയ്യാതെ സുകുമാരിക്ക് ഒരു മടക്കവും ഇല്ല. അതിനു വേണ്ട നിയമവും സുകുമാരിക്ക് അറിയാം. നിയമം നോക്കുന്നവരെ അറിയാം. നിർത്ത്. വണ്ടി ഒതുക്ക്. വണ്ടി അങ്ങോട്ട് ഒതുക്ക്. എന്താ സാറേ? എന്താണ് അതിനെക്കൊണ്ട് നേരമില്ലേ? എനിക്ക് പോണം സാറേ, പോയിട്ട് തിരക്കുണ്ട്. തിരക്കുണ്ടെങ്കിലേ നീ ഇറങ്ങി SI സാറിനെ കണ്ടിട്ട് പോയാ മതി. ഹെൽമെറ്റ് എടുക്കാല്ലോ പറയേ. സാറേ ഇവനെന്തോ കുഴപ്പമുണ്ട്. ഹെൽമെറ്റ് എടുക്കാൻ പറഞ്ഞിട്ട് എടുക്കുന്നില്ല. എന്താ അവിടെ ഹെൽമെറ്റ് എടുക്കാൻ പറഞ്ഞിട്ട് എന്താ എടുക്കാതെ? സാറേ ഞങ്ങളെ കണ്ട് പേടിച്ചോണ്ടെങ്കിലേ സാറേ കഴിഞ്ഞ ദിവസം ACP ഓഫീസിൽ നിന്നൊരു ഫോട്ടോ വന്നില്ലേ? അത് ഇവന്റെ ആണോ സാറേ? എന്നെ പിടിച്ചോ. നീങ്ങിക്കടാ കേട്ട് ഇതാണോ മര്യാദ പറഞ്ഞു കേട്ടില്ലേ? നീ ഓടാൻ ശ്രമിച്ചാ വെറുതെ അല്ലടാ. നിനക്കുള്ള വിരുന്ന് റെഡിയാ കേട്ടോ. ഹലോ സാർ, ഞാൻ കണ്ടല്ലൂർ സ്റ്റേഷനിലെ SI ആണ്. എന്താ പറയൂ സാറേ, കഴിഞ്ഞ ദിവസം സാറിന്റെ ഫോണിൽ നിന്നും ഒരു വാട്സ്ആപ്പ് ഫോട്ടോ അയച്ചിരുന്നില്ലേ? ഒരു കൊലയാളി സംഘത്തിന്റെ. യെസ്. ഞങ്ങളൊരു റൊട്ടീൻ ചെക്കിങ്ങില് ഞങ്ങളുടെ മുന്നിൽ വന്ന് ചാടി സാർ. റിയലി? എന്നിട്ട് എവിടെ? സാറേ അവൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് സാർ. ഓക്കെ, ഇമ്മീഡിയറ്റ് ആയിട്ട് അവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരണം. വിലങ്ങ് വെച്ചോളൂ. ഒരു കാരണവശാലും അവൻ കൈവിട്ട് പോരുത്. ഓക്കെ സാർ, സ്റ്റേഷനിലെത്തിയിട്ട് സാറിനെ വിളിക്കാം. ഓക്കെ. എന്നെ വിട്. നീ നിന്റെ സംഘവും ആരുടെ ജീവൻ എടുക്കാൻ തീരുമാനിച്ചെന്നറിയാമോ? ഇന്ന് നിന്നെ കൊണ്ട് ഞങ്ങൾ പറയിക്കും. ഇങ്ങോട്ട് വാടാ. എന്നെ വിട്. പ്രിയങ്കമോളെ, തൽക്കാലം നമ്മൾ ഈ വീടിനകത്തേക്ക് വീണ്ടും വന്നു എന്നുള്ളത് സത്യമാ. പോലീസുകാരുടെയും വനിതാ കമ്മീഷൻകാരുടെയൊക്കെ കാര്യം പറഞ്ഞ് ഇവിടെയുള്ളവർക്ക് നല്ല പേടിയും ഉണ്ട്. പക്ഷേ അതിനിടയിൽ വേറൊരു കാര്യം സംഭവിച്ചു. അതെന്താ മുത്തശ്ശി? മുമ്പ് നീ ഇവിടെ സുഖമില്ലാത്ത കുട്ടിയായി അഭിനയിച്ച് ഇവിടെ നിന്നപ്പോ ഒളിഞ്ഞും തെളിഞ്ഞും ആണെങ്കിലും രാധിക നിന്നോടൊരു സ്നേഹം കാണിക്കുമായിരുന്നു. പത്മിനിയും അങ്ങനെ തന്നെ. പക്ഷേ ഇനി അവരുടെ ഭാഗത്തുനിന്ന് അതുണ്ടാവില്ല. അതുകൊണ്ട് ശരിക്ക് പൊരുതി നിന്നാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് മുത്തശ്ശി ഇങ്ങോട്ട് പറഞ്ഞു തന്നാ മതി, ഞാൻ ചെയ്തോളാം. എന്തായാലും നിനക്ക് മാനസിക അസുഖം ഇല്ല എന്നുള്ള കാര്യത്തില് അവരുടെ വിശ്വാസം ഇതുവരെ തെറ്റിയിട്ടില്ല. വരുണിനെ സ്വന്തമാക്കാൻ വേണ്ടി നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തോ. അതിന്റെ ഇടയിൽ ആരെങ്കിലും ചാടി വീണ മുന്നും പിന്നും നോക്കാൻ പാടില്ല. മാനസിക നില തെറ്റിയ ഒരുവൾക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുക അതൊക്കെ അങ്ങ് ചെയ്തോണം. എന്തെങ്കിലും പ്രശ്നം വന്ന ഒറ്റ വിളിക്കപ്പുറത്ത് CI സാറുണ്ട്, ഓടിഞ്ഞു വന്നോളൂ. മുത്തശ്ശി എനിക്ക് വേണ്ടി എത്രയൊക്കെ കഷ്ടപ്പെടുന്ന, അതും ഈ പ്രായത്തില്. പ്രായത്തിന് എന്താടി കുഴപ്പം? നിന്നേക്കാളൊക്കെ ചങ്കുറപ്പ് എനിക്ക് ഈ പ്രായത്തിലുണ്ട്. മുത്തശ്ശി നിന്നെ കുറിച്ച് മാത്രമേ സ്വപ്നം കണ്ടിട്ടുള്ളൂ.
നീ ആഗ്രഹിക്കുന്നതൊക്കെ നേടിത്തരണം. നിന്നെ ഒരു വലിയ നിലയിൽ എത്തിക്കണം. അതാടി മുത്തശ്ശിയുടെ ഉദ്ദേശം. അതൊക്കെ നടത്തി തരാതെ കാലൻ മുത്തശ്ശിയെ തേടി വരില്ലടി. എല്ലാം നേടിയെടുത്താലും മുത്തശ്ശി ഇവിടുത്തെ മഹാറാണിയായിരിക്കും. ഞാൻ ഇളമുറക്കാരിയായിട്ട് ഇവിടെ നടന്നോളാം. മുത്തശ്ശി മുത്തശ്ശി ആ കേറി വാ കൽപ്പനെ. എന്റെ പൊന്നു മുത്തശ്ശി, മുത്തശ്ശിയുടെ ജാതകം എഴുതിച്ചത് കയ്യിലുണ്ടോ? അതെന്തിനാ ഇപ്പൊ എന്റെ ജാതകം? ആ അതൊന്ന് നോക്കാനാ. അല്ല, എന്തൊക്കെയാ എഴുതിയിരിക്കുന്നതെന്ന് ഒന്ന് അറിയാലോ. എന്റെ അമ്മേ, ഇത്രയും ധൈര്യമുള്ള ഒരാളെ ഞാൻ വേറെ ഒരിടത്തും കണ്ടിട്ടില്ല. ആ സകല കള്ളവും പൊളിഞ്ഞ് ഇവിടുന്ന് പുറത്തിറങ്ങിയെന്ന് വിചാരിച്ചിട്ട് എന്തൊരു സെക്യൂരിറ്റിയിലാ മുത്തശ്ശി ഒന്ന് കയറിയത് അല്ലേ? പണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവർക്കൊന്ന് ബഹളം വെക്കാനെങ്കിലും പറ്റുമായിരുന്നു. ഇനിയിപ്പൊ അത് പറ്റുമോ? ഈ വീടിനകത്തൊരു ചെറിയ ബഹളം ഉണ്ടായാല് അടുത്തത് നിക്കക്കള്ളിയിലെത്ത കേസല്ലേ? ആ സത്യം പറഞ്ഞാലുണ്ടല്ലോ, സുകുമാരി മുത്തശ്ശിയെ കൃത്യമായിട്ട് അറിയുന്നതിന് മുമ്പ് ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നത് ഞങ്ങളൊക്കെ എന്തോ ഭയങ്കരമാരായിരുന്നാ. എവിടെ സുകുമാരി മുത്തശ്ശിയുടെ പവറിന് മുന്നില് ഞങ്ങൾക്ക് വെറും വട്ടപൂജ്യം അല്ലേ കൽപ്പനെ? മുത്തശ്ശി ഒന്ന് സൂക്ഷിച്ചോ. അച്ഛൻ കൂടി ആശുപത്രിയിലായ സ്ഥിതിക്ക് എല്ലാവരും കൂടി കരുതി കൂട്ടി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കും. കൊല്ലാൻ വരെ നോക്കും. നോക്കട്ടെ, അവർക്ക് കഴിയാവുന്നത് എന്തും ചെയ്തോട്ടെ. ഒരു തട്ടുമുട്ടും ഇല്ലാതെ ജീവിതത്തിന് എന്ത് രസമാടി മക്കളെ. നമ്മുടെ ശത്രു തളർന്നു കിടക്കുമ്പോ അവരുടെ തലയ്ക്ക് കയറി ചവിട്ടുന്നതില് വലിയ അർത്ഥമൊന്നുമില്ല. നമ്മുടെ ശത്രു നമ്മളെക്കാൾ ഉയരത്തിൽ നിൽക്കുന്ന സമയത്ത് വേണം വെട്ടി വീഴ്ത്താൻ. അപ്പോഴേ അതിനൊരു സുഖം ഉണ്ടാവൂ. അപ്പൊ മുത്തശ്ശി തീരുമാനിച്ചു തന്നെയാണല്ലേ? പിന്നല്ലാതെ. നിന്നെയൊക്കെ പോലെ കണിമംഗലത്തൂന്ന് ഇറങ്ങണോ പോണോന്നും പറഞ്ഞ് നാളെ എണ്ണി തീർക്കാനേ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ വന്നിരിക്കുന്നതേ എന്റെ പ്രിയങ്ക മോളെ ഇവിടുത്തെ മരുമകളാക്കാനാ, എല്ലാവരെ കൊണ്ടും അംഗീകരിപ്പിക്കാനാ. അത് ചെയ്യാതെ സുകുമാരിക്ക് ഒരു മടക്കവും ഇല്ല. അതിനു വേണ്ട നിയമവും സുകുമാരിക്ക് അറിയാം. നിയമം നോക്കുന്നവരെ അറിയാം.